ഗൈസ്, ആദ്യം തന്നെ വലിയൊരു സോറി. ഞാൻ എപ്പിസോഡ് ഇത്ര ലേറ്റ് ആക്കിയതിന് ഒട്ടും വയ്യാത്തതുകൊണ്ടായിരുന്നു. എഡിറ്റിങ്ങും ഡബ്ബിങ്ങും ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഇന്നലെയാണൊന്ന് ഓക്കെ ആയത്. ഇന്നലെ ഒറ്റ ഇരിപ്പിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് കംപ്ലീറ്റ് തീർത്തത്. അപ്പം അതിൻ്റേതായിട്ടുള്ള പോരായ്മ അതിനുണ്ടാവും. പിന്നെ ഞാൻ നാട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ഞാൻ ഞായറാഴ്ച നാട്ടിലെത്തും. ശനിയാഴ്ച വൈകുന്നേരം ഇവിടുന്ന് പുറപ്പെടും. ഞായറാഴ്ച നാട്ടിലെത്തും. അപ്പം അതിൻ്റെയും കുറേ ബിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നാട്ടിൽ ചെന്നാൽ എനിക്ക് എന്തായാലും എപ്പിസോഡ് പെട്ടെന്ന് ഇടാൻ പറ്റുമെന്നല്ല. അപ്പോൾ ഇനിയും നിങ്ങളെ കാത്തു നിർത്തിക്കാനുള്ള വിചാരിച്ചിട്ടാണ് ഞാനത് പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് വെച്ചത്, ഈ ഒരു പാർട്ട്. അപ്പം പെട്ടെന്ന് ചെയ്തതിൻ്റെ എല്ലാ പോരായ്മകളും ഈ ഒരു പാർട്ടിലുണ്ടാവും. പിന്നെ ഇനി ഇതിന് ആരും ഒരു സ്പെഷ്യൽ എപ്പിസോഡും കൂടി ചോദിച്ചു വരരുത്. ഈ പാർട്ട് തന്നെ എങ്ങനെയോ ചെയ്ത് തീർത്തതാണ്. ഇപ്പോഴത്തെ ഒരു ഹെൽത്ത് കണ്ടീഷനിൽ ഇത് പോസിബിൾ അല്ല. ഇതാ ഞാൻ സീരീസ് ഒന്നും ശരിക്കും ചെയ്യാത്തത്. ഈ ഒരു 3 പാർട്ട് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയുള്ളൂ. കഥ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ. രാവിലെ ഉറക്കമുണർന്നതിന് ശേഷം വേണി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇന്നലെ രാത്രി നടന്നതൊക്കെ ഓർക്കും തോറും അത് സത്യമാണോ മിഥ്യമാണോ എന്നറിയാത്ത അവസ്ഥയായിരുന്നു അവൾക്ക്. തമ്പ്രാനെ കണ്ടതും തമ്പ്രാൻ തന്നോട് സംസാരിച്ചതും അതൊക്കെ ഇന്ന് തന്നെ തോന്നലായിരിക്കോ? അതല്ല, അതൊക്കെ ശരിക്കും നടന്നതായിരുന്നു. ഒന്നും അറിയാത്ത വല്ലാത്തൊരവസ്ഥ. അവളുടെ ചിന്തകളെ കീറി മുറിച്ചും കൊണ്ടായിരുന്നു പുറത്തോരോ ഒച്ചപ്പാടുകൾ കേട്ടത്. കല്യാണമായതുകൊണ്ട് തന്നെ അതിന്റെ തിരക്കുകളായിരിക്കാം അവൾക്ക് ഊഹിക്കായിരുന്നു. ഫ്രഷ് ആയതിനു ശേഷം വേണി പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് വിനുവിനെയും തന്റെ ചേച്ചിനെയും കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഇന്നലത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് സോൾവ് ആക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്തായി തന്നെ ഹൃദയവും ശ്വേതയും ഉണ്ടായിരുന്നു. കല്യാണ വേഷത്തിൽ അവർ രണ്ടുപേരും നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അവൾക്ക് തോന്നി. എന്നാൽ അവളെ ഞെട്ടിച്ചത് അതൊന്നല്ലായിരുന്നു. ശ്വേതന്റെ അടുത്തായിട്ട് തന്നെ കല്യാണ വേഷത്തിൽ കണ്ട ശ്രേയായിരുന്നു. എന്താണോ എന്താണെന്നില്ല, കാലനോട് ചോദിച്ചോക്ക്. എന്താ എന്താ സംഭവം? അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ആ കുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. ആ സാഹചര്യം കൂടെ അവൾ പറഞ്ഞു കൊടുക്കടോ. എന്താ സംഭവിച്ചത്? കുട്ടി, എനിക്ക് ജനിക്കാതെ പോയ സഹോദരിയായിട്ട് കുട്ടി ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഒരാളോട് നമുക്ക് ഇഷ്ടം തോന്നുന്നത് തെറ്റാണ്? അത് തെറ്റൊന്നുമല്ല. അങ്ങനെ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് മനസ്സിൽ വെക്കണോ, അതല്ലെങ്കിൽ അയാളോട് തുറന്നു പറയണോ? അത് തുറന്നു പറഞ്ഞാൽ നല്ലത്. അതെന്നെ സംഭവിച്ചിട്ടുള്ളൂ. എനിക്ക് ഇഷ്ടം തോന്നിയപ്പോ ഞാൻ അതങ്ങോട്ട് തുറന്നു പറഞ്ഞു. എടോ, നട്ടപ്പാതിലേക്ക് റൂമിലേക്ക് കയറി വന്നിട്ടാണോ ഇഷ്ടം തുറന്നു പറയുന്നത്? അതെ, എനിക്ക് ഇഷ്ടം തോന്നിയത് അപ്പോഴായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് പറയാന്ന് വിചാരിച്ചു. ഏട്ടാ, എനിക്ക് അവളോട് പ്രേമം തോന്നി തുടങ്ങിയോന്നൊരു സംശയം. സംശയല്ലേ, സാരില്ല. അതല്ല ഏട്ടാ, ഇഷ്ടം അങ്ങോട്ട് കൂടി അതങ്ങ് മൂർധന്യാവസ്ഥയിൽ എത്തിയോ തോന്നുന്നത്. ഞാൻ അവളോട് പിന്നെ ഇഷ്ടം അങ്ങോട്ട് പറഞ്ഞാലോ? പോയി പറയട്ടെ. പോയി പറ. ഇപ്പൊ തന്നെ പറയട്ടെ. നീ എന്തെങ്കിലും ചെയ്യാൻ നോക്കടാ. ഉറക്കപ്പിച്ചില് കൃതു എന്തോ പറഞ്ഞെന്ന് വിചാരിച്ച് അത് കേട്ട പാതി കേൾക്കാത്ത പാതി കാർത്തി അതും കേട്ട് കാവടി തുള്ളി ചാടിത്തുള്ളി അവളെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഉറക്കപ്പിച്ചില് റൂമിൽ ആളനക്കം കണ്ട ശ്രേയ കള്ളനായിരിക്കും എന്ന് വിചാരിച്ച് കാർത്തിയുടെ കഴുത്ത് പിടിച്ച് ഞെരുക്കാനും തുടങ്ങിയിരുന്നു. എടാ കള്ളാ, നീ എന്താ വിചാരിച്ചത്? എന്റെ റൂമിൽ കയറി കക്കാൻ മാത്രം നീ ആയോ? ഇങ്ങോട്ട് വാടാ, എന്ന് നിന്നെ ഞെരുക്കി കൊല്ലും. അയ്യോ, ഇഷ്ടം പറയാൻ വന്നവനെ എനിക്ക് കൊല്ലാതടി, എടി വിടടി, കഴുത്തുനിന്ന് വിടടി. രണ്ടിന്റെയും പിടിയും വലിയും കേട്ടിട്ടാണെങ്കിലോ അവളുടെ റൂമിന്റെ അടുത്തായിട്ടുണ്ടായിരുന്ന അവളുടെ അച്ഛനും അമ്മയും ബന്ധുക്കാരും അങ്ങനെ എല്ലാരും അവളുടെ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവര് വരുമ്പോഴാണെങ്കിലോ കാണുന്ന കാഴ്ച ഇതുമായിരുന്നു. കാർത്തിയല്ല, അവനെ ആർത്തിയാ. കണ്ടോ, നട്ടപ്പാതൊക്കെ ഒരു പെണ്ണിന്റെ റൂമിലെ കയറി ചെന്നിരിക്കുക. അച്ഛാ, ബഹുത്ത് അച്ഛാ, നീ ഇങ്ങോട്ട് വാടാ. അച്ഛാ, അതല്ല അച്ഛാ. എന്നാലും കാർത്തി, നീ എന്താ കായകളും കൊച്ചുണ്ടോ പാതിരാത്രി വേറെ സ്ഥലത്ത് കയറിച്ചല്ലേ? കൊച്ചുണ്ടല്ലോ, അവൻ മണ്ണുണ്ണിയാ. കണ്ടില്ലേ, അവളൊന്ന് കാണിച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ തലവരെ കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു നീ എന്നെ പറയിപ്പിക്കേണ്ടായിരുന്നു. ഇനി അതും ഇതൊന്നും പറഞ്ഞു നിൽക്കാൻ നേരമില്ല. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ. അങ്ങനെ വല്ല ഇഷ്ടമുണ്ടെങ്കിൽ കുട്ടിയൊക്കെ ആദ്യം പറഞ്ഞുകൂടായിരുന്നോ? ഇത് ഒരുമാതിരി ബന്ധുക്കാരെ മുന്നിൽ നാണം കെടുത്തുന്ന പരിപാടിയായല്ലോ. പിന്നെ ഒന്നും പറയണ്ടല്ലോ. 1 പറഞ്ഞ് 2 പറഞ്ഞ് ആ കൂട്ടത്തില് 96 കഴിഞ്ഞ് കാലിന്റെ കണ്ണും വെട്ടിച്ച് നടക്കുന്ന ഒരു അമ്മച്ചി.
ഞങ്ങളെ കെട്ടിക്കാൻ തീരുമാനിച്ചു. ഇവിടെ അവൻ അച്ഛമാടോ? ആരായാലും എന്താ, ആ അച്ഛമ്മ കാരണമാണ് ഇപ്പൊ ഈ കല്യാണം നടന്നത്. നമുക്കറിയാടി, ശ്വേതേച്ചിന്റെ ഒരു എക്സ്ട്രാ സാരി ഉള്ളത് കൊണ്ട് എനിക്കൊരു കല്യാണ സാരി കിട്ടി. ശ്വേതേച്ചിന്റെ തന്നെ ആഭരണങ്ങൾ അത് ഞങ്ങൾ ഷെയർ ചെയ്തതാടി. എന്റെ കല്യാണത്തിനെ കുറിച്ച് എനിക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ലടി, എന്നാലും അവർക്ക് എനിക്ക് കെട്ടിക്കാൻ കണ്ട ചെക്കനെ കണ്ടോ, തലച്ചോറൊക്കെ കാക്ക കൊത്തി കൊണ്ടുപോകാനാണെങ്കിൽ എനിക്ക് കിട്ടിയത്. എന്നാലും എന്റെ ശ്രേയ, ഈ വഴി കൂടെ പോണ വള്ളിക്കെട്ട് കേസൊക്കെ എടുത്തോളാം, നീ വല്ല കരാറും ഏറ്റെടുത്തിക്കുന്നു. ശ്രേയ, ഒരു കാര്യം ചോദിക്കട്ടെ, നീ ശരിക്കും കല്യാണത്തിന് ഹാപ്പിയാണോ? ഹാപ്പിയാണോന്ന് ചോദിച്ചാ അതറിയില്ല, പക്ഷെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് സങ്കടം തോന്നുന്നില്ല. എന്തോ എവിടൊക്കെ എൻ്റെ മനസ്സ് പറയുന്നു ഇത് നല്ലതിനായിരിക്കുന്നു. ആ കല്യാണം നടക്കുന്നതിലോ കാർത്തിനെ കല്യാണം കഴിക്കുന്നതിലോ അവൾക്ക് പ്രത്യേകിച്ചൊരു സങ്കടമൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. ചെറിയൊരു ഇഷ്ടം അവൾക്കും അവനോട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തൻ്റെ കല്യാണം ഇങ്ങനായി പോയതും അത് പെട്ടെന്നായതിനും ചെറിയൊരു ബുദ്ധിമുട്ട് അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു കല്യാണം കഴിഞ്ഞു ആ തറവാട്ടിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞപ്പോഴും കാർത്തി അവൾക്ക് സമയം കൊടുക്കാൻ തന്നെ തീരുമാനിച്ചത്. അവനറിയായിരുന്നു പെട്ടെന്നുണ്ടായിരുന്ന കല്യാണം അത് ശ്രേയക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ടാളും രണ്ട് വഴിക്കായി തന്നെ തിരിഞ്ഞു. പേരിനൊരു കല്യാണം മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്ന് അവൾക്ക് തന്നെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റുന്നു അന്നേ അവളടുത്തേക്ക് പോകുള്ളൂ എന്നും കാർത്തി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ശ്രേയക്കും അതൊരു ആശ്വാസം തന്നെയായിരുന്നു. എല്ലാവരും ബാക്ക് ടു റൂട്ടീനിലേക്ക് തന്നെ വരാനും തുടങ്ങി. ശ്രേയയും വേണിയും വീണ്ടും ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങി. വിനുവും അച്ചുവും കാനഡയിലേക്ക് തിരിച്ചുപോയി. ഹൃദയവും അവൻ്റെ ഒപ്പം തന്നെ ശ്വേതയും അങ്ങോട്ടേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ശ്വേതക്കും അവിടുത്തെ ഹോസ്പിറ്റലിൽ ഒരു ജോലി ശരിയായിട്ടുണ്ടായിരുന്നു. ഇപ്പം വേണി ആ പഴയ ഫ്ലാറ്റിൽ തന്നെ ആയിരുന്നു. അവളുടെ ഒപ്പമായിരുന്നു ശ്രേയ ഉണ്ടായിരുന്നത്. അന്ന് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം വേണിനെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ അച്ചുവിന് പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശ്രേയനെ അവളെ കൂടെ നിർത്തിയിരുന്നത്. അതുമാത്രമല്ല, ശ്വേത പോയ പിന്നെ ശ്രേയയും ഒറ്റക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരും ആ ഫ്ലാറ്റിൽ നിൽക്കാൻ തീരുമാനിച്ചത്. എല്ലാവരും ബാക്ക് ടു റൂട്ടീനിലേക്ക് തന്നെ വന്നു. പക്ഷേ വേണി, അവളുടെ ഉള്ളിൽ ഇപ്പോഴും ആ തമ്പ്രാൻ അതങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. സമയമാവുമ്പോൾ തൻ്റെ പ്രണയം തേടി വരുമെന്ന് പറഞ്ഞ തമ്പ്രാൻ പിന്നീട് ഒരിക്കലും വന്നിട്ടില്ല. ഇനിയും ആ കോലവും തമ്പ്രാനെ ആലോചിക്കുന്ന അർത്ഥമുണ്ടോ? അതെല്ലാം വെറും കെട്ടുകഥകളും തോന്നലും മാത്രം തള്ളിക്കളയുന്നതാണോ നല്ലത്? എന്തോ തമ്പ്രാനെ കുറിച്ച് കൂടുതൽ ഓർക്കും തോറും വേനുള്ളിൽ വല്ലാത്തൊരു വേദനയായിരുന്നു. എവിടൊക്കെയോ ആ കഥകളിൽ സത്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. തൻ്റെ സ്വപ്നങ്ങളിൽ താൻ കേട്ട വാക്കുകൾ, താൻ കണ്ട കാഴ്ചകൾ, അതൊന്നും വെറും സ്വപ്നം മാത്രമല്ല, തൻ്റെ തോന്നലും അല്ലായിരുന്നു. അതിനൊക്കെ തൻ്റെ കഴിഞ്ഞ ജന്മവുമായി ബന്ധമുണ്ടെന്ന് തന്നെയായിരുന്നു വേണി വിശ്വസിച്ചിരുന്നത്. പക്ഷെ പിന്നീട് തമ്പ്രാൻ മാത്രം ഇവിടെ പോയി. തന്നെ തേടി വരുമെന്ന് പറഞ്ഞ തമ്പ്രാനെ പിന്നെ അവൾ കണ്ടതേ ഇല്ലായിരുന്നു. ഓ, ഇവ എത്ര നേരം ആ ബാത്റൂം കേട്ട് അത് എന്റെ ഒന്നും ഇറങ്ങി വരുന്നുണ്ടോ? അവിടെ ഇരിക്കണം. അവിടെ നിന്റെ റൂമാണ് ഒറ്റ കാരണമാണ് നിന്നെ ചവിട്ടി പുറത്താക്കുന്നത്. ഡാ, ആ കാർത്തിക് എന്താ പറ്റിയത്? കുറെ നേരം നിന്ന് പതപ്പിക്കുന്നു. ഓ അതെന്നാ വൈദ്യര് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈദ്യരോ? ഏത് വൈദ്യര്? എടാ, മറ്റേ ആയുർവേദല്ലേ അവന്റെ മറ്റേവള്, അവള് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ, അവന് വല്ല ആയുർവേദ ഒഴിച്ചിലും അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു? മിക്കവാറും ഒഴിച്ചിൽ ഞാൻ കാണുന്നുണ്ട്. അവൻ എന്തോ ഒരു പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ ചെക്കനെ കൊണ്ടത്. അയ്യോ, നിപ്പ് കണ്ടിട്ട് എന്തൊക്കെയോ അറിഞ്ഞ് എന്തിനൊക്കെ ഉള്ള വരവാന്ന് തോന്നുന്നു. മിക്കവാറും ഇന്ന് അവന്റെ കാറ്റ് തീരുന്ന തോന്നുന്നത്. വന്ന കാലം നിൽക്കാതെ കയറിയിരിക്കൂ. നീ അവനെ വിളി, അല്ലെങ്കിൽ നമുക്ക് കിട്ടലായിരിക്കും. എടാ കുട്ടാ, നിന്നെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. നിനക്കൊരു ഗസ്റ്റ് ഉണ്ട്. അവൻ കുളിക്കുക, അതാണ്. ഇപ്പൊ വരും, നിങ്ങൾ ഇരുന്നോ. ആരാണ് വന്നത്? അയ്യോ, ഓ, തമ്പ്രാൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങള് തമ്പ്രാന്റെ പള്ളി നീരാട്ടിന് മുടക്കം വരുത്തിയാവോ? എടാ, നീ എന്നെ ഒറ്റിയല്ലേ? ഞാൻ ഒറ്റിയതല്ല, അവൾ ഊറ്റിയതാ. എന്ത്? എടാ പൊട്ട, അവളുടെ നൃത്തം കണ്ടതന്നെയാണല്ലോ ശ്രേയന്റെ കയ്യിൽ നിന്ന് അവൾ ഇല്ലോ അറിഞ്ഞിട്ടാ വന്നത്. ഓ, ആർത്തിന്റെ ചില നേരത്തെ കളി കാണുമ്പോഴേ എനിക്കിത് കൊടുക്കാൻ തോന്നുന്നു. എന്റെ അടുത്ത പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ആടി, അവനിങ്ങനെ വെഡിങ് ആൽബം ഉണ്ടാക്കിയിട്ടാണ്. വെഡിങ് അല്ല, വെൽഡിങ് ആണ്. എനിക്കുണ്ടല്ലോ. അതിനിപ്പോ എന്താ, നിനക്കും ആ കല്യാണത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമുണ്ടായിരുന്നല്ല, പക്ഷെ എന്താ നിൽക്കുക, ചില നേരത്തെ എനിക്ക് അവനെ കാണുമ്പോൾ കൊടുക്കാൻ തോന്നും. നീ അത് വിടി. ഞാൻ എന്തായാലും നീ ഇവിടെ ചേച്ചി ആ ഫോട്ടോസ് സെലക്ട് ചെയ്യാൻ നടക്കണം. നീ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യും.
ഇതോ? ഓ ഇത് ശ്രീയേട്ടൻ, എന്റെ വലിയച്ഛന്റെ മോൻ. ഇത് നിന്നോട് ഞാൻ പറഞ്ഞിട്ട് ഇതൊരു കിളിപോയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അതാണിത്. ഇയാളാണ് എന്റെ ഫ്ലാറ്റിലേക്ക് ഞാൻ പറഞ്ഞു വിജു എന്ന് പറഞ്ഞു വന്നത്. ശ്രേയ, നീ എന്താണ് കേട്ടിട്ട് ഞെട്ടാത്തത്? ഓ, എനിക്കത് വലിയ അത്ഭുതമൊന്നും തോന്നില്ല. ഈ ഉരുപ്പടിന്റെ സ്വഭാവം വെച്ചിട്ട് ഇതല്ല അതിന്റെ അപ്പുറം ചെയ്യുന്നു എനിക്കറിയാം. നിനക്കറിയോ, ഞങ്ങളുടെ അച്ഛമ്മന്റെ സപ്തതി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത് ഇതിനായിരുന്നു. എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് മുൻകൈ എടുത്ത് പോയിട്ട് ഇത് ചോദിച്ച പണി എന്താ അറിയോ? അച്ഛമ്മ മരിച്ചു എന്ന് പത്രത്തിൽ കൊടുത്തു. എന്നിട്ട് പറയാനേ, സപ്തതിക്ക് വിളിച്ചപ്പോൾ ആർക്കും വരാൻ പറ്റില്ല, മരിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നല്ലോ എന്ന്. ശരിയാ, വന്നു. പക്ഷെ അച്ഛമ്മ മരിച്ചു വെച്ച റീത്തായിട്ടാണ് എല്ലാവരും വന്നിരുന്നത്. അതുപോലെ ടൈറ്റാണത്. അങ്ങനത്തെ ഒരുപാട് പണികൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ നീ എങ്ങനെ ആ ലിസ്റ്റിൽ പെട്ടു എന്ന് എനിക്കറിയാത്തത്? ഇത് നീ എന്താ ആലോചിക്കാത്? ഒന്ന് തന്നെ ആഹ്ലാദിപ്പിൻ. നിന്റെ തമ്പ്രാൻ നീ കണ്ടില്ലേ? എന്നാൽ ഈ പോക്കച്ചി തന്നെയാണ് നിന്റെ തമ്പ്രാൻ. മിക്കവാറും എനിക്ക് തോന്നുന്നതേ ഇതിന്റെ ഒക്കെ പിന്നിൽ ഇങ്ങനെ മാത്രമാവില്ല, ആ വിധുവും ആർത്തിയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വിജുവേട്ടനോ? വിജുവേട്ടൻ എങ്ങനെ ഉണ്ടാവാനാ? അത് ശ്വേതേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഇവർ മൂന്നുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുള്ളത്. അതുകൊണ്ടാണല്ലോ അവന്റെ പേരിൽ തന്നെ ശ്രീയേട്ടൻ നിന്റെ അപ്പാർട്ട്മെന്റ് കയറി പറ്റിയത്. അപ്പൊ ഇതിന്റെ പിന്നിൽ വിധുവിന്റെ കയ്യിൽ കാര്യം ഉറപ്പാ. അല്ലെ, നാടകത്തിന്റെ പിന്നിലെ ചേതോവികാരം എന്താ? എന്തിനാണ് അവ അങ്ങനെ കാട്ടിക്കൂട്ടിയിരുന്നത്? വിനുവേട്ടനും കൂടെ അറിഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്തത്. അയ്യോ പൊന്നു പെങ്ങളെ, ഏട്ടനോടൊന്നും പോയി പറയല്ലേ. ഏട്ടനങ്ങാന്ന് പറഞ്ഞ എന്റെ റേഷൻ കാർഡ് എന്റെ പേര് വിട്ടു. ആ റേഷൻ കാർഡിൽ ജീവിച്ചു പോകണം തന്നെ. സത്യമായിട്ടും എ ഫ്രണ്ട് ഇൻ നീഡ് എ ഫ്രണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, അത് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തതാണ്. ഇവരോട് ഞങ്ങൾ പറഞ്ഞതാ മര്യാദയ്ക്ക് പോയിട്ട് ഇഷ്ടം പറഞ്ഞാൽ പോരെയെന്ന്. ഏടാ, ഇതിപ്പോ എന്താ അവിടെ നടന്നു കൊടുക്കുന്നത്? അതെന്താന്ന് പിന്നെ പറയാം, തൽക്കാലത്ത് നീ ആ വാടിച്ചു നോക്ക്. നോക്ക് വേണി, നിന്റെ ദേഷ്യം അത് ന്യായമാണ്, ഞങ്ങൾക്കത് മനസ്സിലാവും. ഈ നാടിനോട് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞത് ഇതൊന്നും വേണ്ടാന്നുള്ളത്. ദയവച്ച് ഞങ്ങൾ ഏട്ടന്മാരോടൊന്നും പറയരുത്. അതെ, സത്യം പറഞ്ഞല്ലോ, ഇവന് ശ്രേയന്റെ ഫോണിൽ നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ തൊട്ട് എന്തോ ഇഷ്ടം എന്നോട് അവനക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടന്റെ കല്യാണത്തിന് ഫോട്ടോയിൽ നിന്നെ കണ്ടു അച്ചുവച്ചിന്റെ കൂടെ. അപ്പൊ അവൻ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഏട്ടമ്മന്റെ അനിയത്തിയാന്നുള്ളത്. പിന്നെ ബാക്കി അങ്ങോട്ടേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു. നിന്നോട് അടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എൻ്റെ പേരും പറഞ്ഞ് ആ ഫ്ലാറ്റിൽ വന്നത്. എല്ലാം എൻ്റെ അറിവോട് കൂടിയായിരുന്നു. പിന്നെ ഈ നാടകം കുറെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏട്ടൻ പിടിക്കുന്നു കണ്ടതുകൊണ്ടാണ് ഞങ്ങളായിട്ടാണ് അത് പൊളിച്ചത്. ഞാൻ പുറത്തുണ്ടാവും. പോയി എന്റെ പൊണ്ണ് ശ്രീയേട്ടൻ, നിങ്ങൾക്ക് അവളോട് അങ്ങനെ വല്ല ഇഷ്ടമുണ്ടോ? നിങ്ങൾക്ക് എന്നോട് പറഞ്ഞാൽ പോരെ, അതല്ലെങ്കിൽ നേരാവണ്ണം പറഞ്ഞാൽ പോരെ. ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്കെന്തോ വളഞ്ഞു മൂക്ക് പിടിച്ച ഒരു സുഖം ഉണ്ടാവുള്ളൂ. എനിക്ക് നേരാവണ്ണം ഒന്നും പറഞ്ഞ ഇഷ്ടമില്ല. അതിനൊരു ത്രില്ലല്ലേ. എന്തിനും നമ്മൾ വെറൈറ്റി അപ്രോച്ച് ചെയ്യണം. നന്നായി, മര്യാദയ്ക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അവൾ ആക്സെപ്റ്റ് ചെയ്തേ. എന്തായാലും ഈ വെറൈറ്റി അപ്രോച്ച് അവൾ ആക്സെപ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നില്ല. അത് നിനക്ക് അവൾ അറിയണ്ട, എനിക്കറിയാം എന്റെ വേണിയെ. ഞാൻ തന്നെ ഇത് റെഡി ആയിക്കൊണ്ട് വേണി ചെല്ലോ. ആ പൂക്കളുടെ മിക്കവാറും അവന്റെ ചള്ളക്കെട്ട് കിട്ടാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. വേണി ചെല്ലോ. സോറി, ഈ അവസരത്ത് പറഞ്ഞത് ശരിയാണോന്നല്ല, എന്നാലും പറയാം ഐ ലവ് യു. അവന്റെ ഒരു കൈ ലവ് യു എന്നിട്ട് വട്ട് പിടിപ്പിച്ചാൽ പോരാ, തന്റെ മോന്ത കാണുമ്പോൾ എനിക്കൊന്നും തരാനാ തോന്നുന്നത്. എന്തിനാ ഒന്നിലൊതുക്കിയത്? എനിക്കറിയാം നിനക്ക് ഒന്നുമില്ലാതെ കൂടുതൽ തരാനൊക്കെ തോന്നുന്നത്. അല്ലെങ്കിൽ എന്റെ മുഖം കാണുമ്പോൾ നിനക്ക് എന്നെ കിസ് ചെയ്യാൻ തോന്നാറുണ്ടെന്ന് എനിക്ക് ആദ്യം അറിയായിരുന്നു. ദേഷ്യപ്പെടാതെ. അതെ, മര്യാദയ്ക്ക് എന്നെ ആക്സെപ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ ഞാൻ മിക്കവാറും ഞാൻ അടുത്തത് വിധു ആയിട്ടാവില്ല, ജാതു ആയിട്ടേക്കും വരുത്തുണ്ടാവുക. ജാതു അല്ല, താൻ ജന്തുവാണ്. വേണിക്ക് അവനെ പരിചയപ്പെട്ട സമയം തൊട്ടേ അറിയായിരുന്നു അവനൊരു കിളിപോയ ഐറ്റാണത്. ഒരു കാര്യം അവൻ മര്യാദയ്ക്ക് ചെയ്യാറില്ലായിരുന്നു. അവൻ എല്ലാ കാര്യത്തിലും അവൻ്റെതായിട്ടുള്ള രീതികൾ ഉണ്ടായിരുന്നു, ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. ആളൊരു യുണീക്ക് ആയിരുന്നു. അവൻ്റെ ആ യുണീക്നെസ് തന്നെ ആയിരുന്നു വേണിക്ക് അവനോടൊരു ഇഷ്ടവും തോന്നിയിരുന്നത്. പക്ഷെ അതേ സ്വഭാവം അവക്കിട്ടൊരു പാരയായിരുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്ത് പറ്റില്ല കുട്ട, നിന്റെ ചെല്ലം പണങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഒന്ന് പോടാവുന്നു. അവക്കെന്നോട് അധികം ആളൊന്നും പണങ്ങി നിൽക്കാൻ പറ്റൂല. പിന്നെ നിന്റെ വിശ്വാസം നിന്നെ കാക്കട്ടെ. നീ അത് നിന്റെ കാര്യം റെഡിയാക്കാൻ നോക്കും, എന്നിട്ട് എന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ മതി. വേണി ചെല്ലോ. എന്താണോ ഈ വഴിക്കൊക്കെ? ഒന്ന് മാറിക്കടി ഇങ്ങോട്ട്. വേണി ചെല്ലോ. അവിടെ തന്നോട് ഞാൻ 16 വട്ടം നമുക്ക് ഇങ്ങോട്ട് വരരുന്നത്. ഇനി അങ്ങനെ സിറിഞ്ചൊരു കുത്തം കൊണ്ട് തരും. ഓ അങ്ങനെ. അതായത് എന്നെ സിറിഞ്ച് കുത്തി ബോധം കെടുത്തി എന്നെ നീ കിഡ്നാപ്പ് ചെയ്യും. എന്താ അവിടെ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തി നിന്നെ എന്നെ കൊണ്ട് കെട്ടിക്കും. അതല്ല നിന്റെ പുറപ്പാട്. വേണിച്ചെല്ലോ, ഇതിനൊക്കെ ആവശ്യമുണ്ടോ? ഏട്ടനോടൊരു വാക്ക് പറഞ്ഞ പോലെ ഏട്ടപ്പം തന്നെ കിട്ടുമല്ലോ. ശ്രേയ, നീ എന്താണ് വാ പൊളിച്ച് അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്? അവരവരുടെ കുടുംബം നടത്തിട്ട് നീ കൂടെ വാ, നമുക്ക് നമ്മുടെ കാര്യം സംസാരിക്കാം. ആരാണോ? അല്ല, നമ്മൾ തമ്മിൽ ചെറിയൊരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
ആ അതൊന്നും ഓർമ്മിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മോനെ ശ്രീകുട്ട, ഇവളുമാരെ വളക്കാൻ അത്ര എളുപ്പമല്ല. നിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്റെ കാര്യം എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവൾ എന്തായാലും എന്നോട് ക്ഷമിക്കും. എന്തായാലും അവസാനം അവന്മാരുടെ പരിശ്രമം ഏറ്റു. ശ്രേയ എന്തായാലും ഈ റിലേഷൻഷിപ്പിന് ചാൻസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വേണിന്റെ കാര്യം മറിച്ചൊന്നുമില്ലായിരുന്നു. അവക്ക് ശ്രീനെ ഇഷ്ടമായിരുന്നു, പക്ഷെ അവൻ കാണിച്ചു വെച്ച ആ സ്വഭാവമായിരുന്നു അവൾക്ക് ദേഷ്യം പിടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വേണിന്റെ കാര്യം വേണി അവളെ ചേച്ചിനോട് സംസാരിച്ചു. ശ്രീന്റെ കാര്യം പിന്നെ വീട്ടിൽ സംസാരിച്ചപ്പോൾ ആൾക്കാർ ഓക്കെ പറഞ്ഞു. കാരണം അവന്റെ ഈ സ്വഭാവം വെച്ചിട്ടേ എന്താ അടുത്ത വെറൈറ്റി കൊണ്ടുവരാന്ന് പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അച്ഛമ്മ വീണ്ടും വന്നിട്ട് പറഞ്ഞു, കല്യാണം നടക്കുകയാണെങ്കിൽ അത് ആ തറവാട്ടിൽ വെച്ചിട്ടേ നടക്കാൻ പറ്റുള്ളൂ എന്നത്. അതുകൊണ്ട് എല്ലാവരും പെട്ടിയും കിടക്കിയെടുത്ത് വീണ്ടും ആ തറവാട്ടിലേക്ക് പോയി. എന്നാലും എന്റെ സീതേച്ചി, നിങ്ങളെ ഞാൻ സമ്മതിച്ചു കേട്ടോ. നിങ്ങൾ ശ്രീയേട്ടന്റെ വട്ടിന് കൂടെ നിന്നല്ലോ. എന്തായിരുന്നു ആ കഥ ഒക്കെ? നിങ്ങൾക്ക് ശരിക്കും സിനിമയുടെ കഥ നല്ല ഭാവി ഉണ്ട് കേട്ടോ. ഓ, അത് പിന്നെ ശ്രീകുട്ടൻ വന്ന കാര്യം പറഞ്ഞപ്പോ എനിക്കും തോന്നി അതിലിപ്പോ എന്താ കുഴപ്പം. ഈ നേരാവണ്ണൊക്കെ പോയിട്ട് പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ, ഇതാകുമ്പോ കുറച്ചൊരു വെറൈറ്റി ഉണ്ടാവല്ലോ. ആ ബെസ്റ്റ്. ശ്രീന്റെ കൂടെ കൂടി കൂടി നിങ്ങൾക്കും വെറൈറ്റി പ്രാന്ത് കയറിക്കുന്നില്ലേ? അവർ തമ്പ്രാന്റെയും ദാസിപ്പെണ്ണിന്റെ കഥയായിരുന്നു സംസാരിച്ചുകൊണ്ടേ നിൽക്കുന്നത്. ശ്രീ ഉണ്ടാക്കിയ ഒരു കെട്ടുകഥക്ക് സീതേച്ചും കൂടെ നിന്നല്ലോ എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടേ നിന്നിരുന്നത്. എന്നാലും ഞാനതല്ല ആലോചിക്കുന്നത്, നിങ്ങൾക്ക് ആ ഫോട്ടോ ഒക്കെ എവിടെ കിട്ടി? ഏത് ഫോട്ടോ? അല്ല, വേണി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെയും ശ്രീന്റെയും ഒരു ഫോട്ടോ അവള് ആ ഒരു റൂമിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഫോട്ടോയോ? ഏത് ഫോട്ടോ? ഞങ്ങളൊരു ഫോട്ടോ ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. കളിക്കല്ലേ, ഇത്തരം ഒപ്പിച്ച് വെച്ചിട്ട്. അതന്നെ ഞങ്ങളും പറഞ്ഞത്, ഇത്തരം ഒപ്പിച്ച് വെച്ച് ഞങ്ങൾക്ക് പിന്നെ അത് പറയാനാണ് ബുദ്ധിമുട്ട്. ഫോട്ടോ ഒന്നുമില്ല. അത് മാത്രമല്ല, ശ്രീ ഇങ്ങോട്ടേക്ക് പിന്നെ വന്നിട്ടൊന്നുമില്ല. അവൻ കല്യാണത്തിന് അന്ന് വന്നത് തന്നെ. അപ്പൊ പിന്നെ ആ ഫോട്ടോ അതേതാ? വേണി ചെല്ലോ, എന്താ ഇവിടെ ഇരിക്കുന്നത്? കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നാ മതിയോ? ഏയ്, ഞാൻ ഓരോന്ന് ആലോചിച്ചിരിക്കായിരുന്നു. ആലോചനകളൊക്കെ ഇനി സമയമുണ്ടല്ലോ, നിങ്ങൾ വാ. ശ്രീ, നിനക്കന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നോ? എനിക്കോ? എന്തിന്? ആ ചോദ്യം ഞാൻ അങ്ങോട്ടല്ല ചോദിക്കണ്ടേ. ഞാനല്ലേ കാത്തിരിക്കാൻ പറഞ്ഞത്? ഞാനല്ലേ തിരിച്ചു വരുന്നു പറഞ്ഞത്? എന്നിട്ട് അവസാനമൊക്കെ മറന്നുപോയത് ഞാൻ തന്നെ അല്ലായിരുന്നു. ഇനി നിനക്ക് ശരിക്കും അതൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ തവണ ഇവിടെ വന്ന സമയത്ത് എനിക്ക് അതൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, നിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വന്നതും ഇങ്ങനെ ഓരോന്ന് ചെയ്തതും നീ നമ്മുടെ പഴയ കാലം ഓർക്കണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അവരെന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് നേരാവണ്ണം പോയിട്ട് പറഞ്ഞൂടെന്ന്. പക്ഷെ ഉള്ളോന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ പഴയ കാലം ഓർത്തതിന് ശേഷം നീ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ രണ്ടാമതും കൂടി കണ്ടപ്പോൾ നിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു റെസ്പോൺസും കിട്ടാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു നീ അതൊന്നും ഓർക്കുന്നുണ്ടാവൂലെന്ന്. ഏയ്, ഞാനൊന്നും ഓർക്കാത്തതുകൊണ്ടൊന്നല്ല. നീ എന്നെ കുറെ വട്ടം ഏൽപ്പിച്ചല്ലേ, അപ്പൊ തിരിച്ചത് പണി അങ്ങോട്ടും തരാന്ന് വിചാരിച്ചു. അത്ര ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ എന്താണ് അഭിനയം? ആ തമ്പ്രാനായി വന്നപ്പോ ഞാൻ ശരിക്കും വിചാരിച്ചു അത് തമ്പ്രാൻ തന്നെ ആയിരിക്കും എന്നുള്ളത്. ശരിക്കും ഞാൻ പേടിച്ചും പോയി. തമ്പ്രാനായിട്ടോ? ഞാനോ? നീ തപ്പത്തെ കാര്യം പറഞ്ഞു കൊടുക്കുന്നത്? സംഭവം ആക്ടിംഗ് ഒക്കെ ഞാൻ അടിപൊളിയാന്ന് എനിക്കും അറിയാം. പക്ഷെ തമ്പ്രാനായിട്ട് ഞാൻ എപ്പോഴാണ് നീ പറയുന്നത്? അത് കല്യാണത്തിന്റെ തലേ ദിവസം അന്ന് നീ വന്നിട്ടില്ല എന്റെ അടുത്ത് തമ്പ്രാനാന്ന് പറഞ്ഞിട്ട്. കല്യാണത്തിന്റെ തലേ ദിവസം ഞാനോ? എന്റെ പൊന്നു വേണി, നീ എന്നെ ലാസ്റ്റ് ആയിട്ട് കാണുന്നത് ആ അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാ. പിന്നെ അന്ന് വിധുവിന്റെ അവിടെ വെച്ചിട്ടും. അല്ലാതെ അതിനു മുന്നേ നിന്റെ മുന്നിൽ ഞാൻ വന്നിട്ടേ ഇല്ല. കല്യാണത്തിന്റെ അന്ന് തന്നെ നിന്റെ മുന്നിൽ പെടാതിരിക്കാൻ ഞാൻ പെട്ട പാടെ എനിക്കറിയുള്ളൂ. ഞാൻ റൂമിൽ നിന്ന് വഴിയൊക്കെ പുറത്തിറങ്ങാറില്ലായിരുന്നു. അപ്പൊ ആ ഓജോ ബോർഡ് നിന്റെതല്ലായിരുന്നു?
ഓജോ ബോർഡൊക്കെ അല്ല തന്നെയായിരുന്നു. ഞാനിവിടെ ഇങ്ങനെ സീതേച്ച് പറഞ്ഞ കഥകളൊക്കെ സംഭവം ഉള്ളതാന്ന് എനിക്കും അറിയായിരുന്നു. അപ്പൊ അഥവാറ്റ് ഇവിടെ വല്ല തമ്പാൻ ആത്മാവുണ്ടെങ്കിൽ വിളിച്ചു വരുത്താലോ വെച്ചിട്ട് ഞാൻ കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ അത് പിന്നെ മിസ്സിംഗ് ആയി. ചുമ്മാ കളിക്കല്ലേ, നീ തന്നെ എന്നെ അടുത്തേക്ക് വന്നത്. വേണി ഇത്രയും നടന്ന് ഇത്രയും സംഭവിച്ചത് എനിക്ക് ഇത് നിന്നോട് പറഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട്? ഞാൻ വന്നിട്ടില്ല, സത്യം ഞാൻ വന്നിട്ടില്ല. വേണി നീ അത് വിട്, നീ എന്തേ ആലോചിച്ച് കൂട്ടുന്നു? വാ, വിലപ്പെട്ട സമയമാണ് വേണി. നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ വരാം. വേണി കാത്തു നിർത്തിക്കരുത്, മാടപ്രാവിന്റെ മനസ്സാണ് എനിക്ക്. ഒന്നങ്ങോട്ട് ചെല്ലടാ. വേണിന്റെ മനസ്സ് ആടി ഉറയുന്നുണ്ടായിരുന്നു. അന്ന് വന്നത് ശ്രീ അല്ലായിരുന്നെങ്കിൽ പിന്നെ അത് ആരായിരിക്കും? ആ ചോദ്യത്തിന് അവൾക്ക് ഉത്തരം കൊടുക്കാൻ വരുന്ന ഒരേ ഒരാൾക്കായിരുന്നു സീതേച്ചിക്ക്. സീതേച്ചിനെ കണ്ടത് ചോദിക്കാൻ തന്നെയാണ് അവൾ തീരുമാനിച്ചിരുന്നത്. ഓ, സീതേച്ചിനെ അവിടെ കാണുന്നില്ലല്ലോ, ഉറങ്ങിയെങ്ങാനും പോയി ഇനി. വേണി ഓ, വന്ന് ഇവനെ കൊണ്ടത്. നീ അങ്ങോട്ട് ചെല്ല് ശ്രീ, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ. വേണി ചെല്ലോ, എത്ര നേരമായിട്ട് ഏട്ടനെ കാത്തു നിർത്തിക്കുന്നത്, വേഗം പാടി. പിറകിൽ നിന്നും ശ്രീന്റെ ശബ്ദം കേട്ടപ്പോഴായിരുന്നു വേണി ഞെട്ടിയും കൊണ്ട് തന്റെ മുൻപിലൊക്കെ നോക്കിയത്. തന്റെ മുന്നിൽ നിൽക്കുന്നത് ശ്രീ അല്ലെങ്കിൽ പിന്നതാരാ? അതിനൊറ്റ ഉത്തരം ഉണ്ടായിരുന്നുള്ളൂ. തന്റെ മുന്നിൽ നിൽക്കുന്ന തമ്പ്രാനെ കണ്ട് ആശ്ചര്യത്തോടു കൂടി തന്നെയായിരുന്നു വേണി നോക്കി നിൽക്കുന്നത്. പെട്ടെന്നായിരുന്നു തമ്പ്രാന്റെ പിറകിലായി നിന്ന് ഒരാളെ അവൾ കണ്ടത്, തന്നെ പ്രതിരൂപം. അതിൽ നിന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു സീതേച്ചി പറഞ്ഞ തമ്പ്രാന്റെ ദാസിപ്പെണ്ണ്, തമ്പ്രാന്റെ പ്രണയം. വേണിനെ കാണാതായപ്പം വേണിനെ അന്വേഷിച്ച് വന്ന ശ്രീ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിട്ടുണ്ടായിരുന്നു അവന്റെ മുന്നിലെ കാഴ്ച കണ്ടിട്ട്. അവളുടെ തന്നെ പ്രതിരൂപം അവരെ നോക്കി ചിരിക്കുന്നത് പോലെയായിരുന്നു ശ്രീക്ക് തോന്നിയിരുന്നത്. അതൊരു നേർത്ത പുഞ്ചിരിയായിരുന്നു. അതിൽ എല്ലാത്തിനുള്ള ഉത്തരവും ഉണ്ടായിരുന്നു. എന്തോ ഇവരുടെ കൂടിച്ചേരലിന് വേണ്ടി മാത്രം കാത്തു നിന്നതുപോലെ തമ്പ്രാനും അവന്റെ ദാസിപ്പെണ്ണും ആ കോവിലകം വിട്ട് യാത്ര പറഞ്ഞു പോയി. അവരുടേതായ ലോകത്തേക്ക് അവർ പോകുന്നത് ഒരു ചെറു പുഞ്ചിരിയോട് കൂടി തന്നെയായിരുന്നു ശ്രീയും വേണി നോക്കി നിന്നത്. തങ്ങളുടെ തന്നെ കഴിഞ്ഞ കാലം അവരുടെ മുന്നിലായി കണ്ടപ്പോൾ, അവരിലൂടെ അത് ഒന്നിച്ചത് കണ്ടപ്പോൾ ശ്രീക്കും വേണിക്കും വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇന്ന് തമ്പ്രാന്റെയും ദാസിപ്പെണ്ണിന്റെ പ്രണയം അത് അപൂർണമല്ല, അത് വേണിയിലൂടെയും ശ്രീയിലൂടെയും പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടായിരുന്നു.